ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സെർവോ ടെസ്റ്ററാണ്. ആ സെർവോ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡ്രോണിൻ്റെ BLDC മോട്ടറും ഒരു സെർവോ മോട്ടറും നമുക്ക് ഈ സെർവോ ടെസ്റ്ററിൻ്റെ 3 മോഡ് ഉപയോഗിച്ചിട്ട് 3 ഓപ്ഷനുകൾ ഉപയോഗിച്ചിട്ട് ഈ 2 ഡിവൈസ് എങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്നാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ എക്സ്പെരിമെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സെർവോ ടെസ്റ്ററിൻ്റെ 3 ഓപ്ഷനിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു പ്രീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ്. ഫസ്റ്റത്തെ മോഡ് മാനുവൽ, രണ്ടാമത്തത് ന്യൂട്രൽ, മൂന്നാമത്തെ മോഡാണ് ഓട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട് ലീഡാണിത്. അതുപോലെ ഫസ്റ്റ് കാണുന്നത് 3 നമുക്ക് ഔട്ടാണ്, അതായത് സിഗ്നൽ വയറാണ്. അതിൻ്റെ നടുക്കളത്തെ താഴോട്ടുള്ളത് 3 പോസിറ്റീവാണ്, പോസിറ്റീവ് 5 വോൾട്ടാണ്. അതുപോലെ ഇതിൻ്റെ അറ്റത്തുള്ളത് നെഗറ്റീവ് 5 വോൾട്ടാണ്. ഉള്ളിലെ ബോർഡും ഇതിൻ്റെ എല്ലാ കമ്പോണൻസും കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഈ കേസ് ഊരിയെടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ഈ നോബ് ഊരിയതിന് ശേഷം പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു കേസ് ഇവിടുന്ന് ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ വോളിയം കൺട്രോൾ പോലെക്കുന്ന ഈ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ഈ മാനുവൽ ഓപ്ഷൻ ഇടുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ഈ മൈക്രോ സ്വിച്ച് നമ്മുടെ ഏത് മോഡിലേക്ക് ആവണമെന്ന് ഈ ഓരോ പ്രസ് ചെയ്യുന്ന മാറും, അത് LED അത് കത്തി നിൽക്കുന്നത് കാണാം. ആ ഓപ്ഷനിലായിരിക്കും നമ്മുടെ മൈക്രോ കൺട്രോളിൻ്റെ ഔട്ട്പുട്ടിലെ സിഗ്നൽ ഉണ്ടായിരിക്കുക. ഈ ഒരു IC ആണ് നമ്മുടെ മെയിനായിട്ട് ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മളെ വോൾട്ടേജിനെ PWM സിഗ്നലിലേക്ക് മാറ്റുന്ന IC ആണിത്. ഈ സെർവോ ടെസ്റ്ററിന് 5 വോൾട്ടാണ്. അതിനുവേണ്ടി നമ്മുടെ ESC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ESCയിലേക്ക് നമ്മൾ 12 വോൾട്ടിലെ ലിപ്പോമീറ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ESCയിൽ നിന്ന് വരുന്ന സിഗ്നലും 5 വോൾട്ടും നെഗറ്റീവാണുള്ളത്. ആ 5 വോൾട്ടും നെഗറ്റീവ് നമ്മൾ ഈ സെർവോ ടെസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെർവോ ടെസ്റ്ററിന് ആവശ്യമായ വോൾട്ടേജ് ESC വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ സെർവോ ടെസ്റ്റർ നമ്മൾ ആ കൊടുത്ത 5 വോൾട്ട് നമുക്ക് ഈ സെർവോ മോട്ടറിലേക്ക് ആവശ്യമുണ്ട്. അതേമാതിരി തന്നെ സിഗ്നലും അതേമാതിരി പോസിറ്റീവ് നെഗറ്റീവ് ഒരേമാതിരി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെർവോ മോട്ടറിലേക്കും വോൾട്ടേജ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പവർ ചെയ്യുമ്പോൾ തന്നെ മാനുവൽ മോഡിലാണ് ഉണ്ടാവുക. പിന്നെയാണ് നമ്മൾ ഓപ്ഷൻ മാറ്റേണ്ടത്. മാനുവൽ മോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോബ് തിരിക്കുന്നതനുസരിച്ച് ആ ഒരു സെർവോ ടെസ്റ്ററിൻ്റെ ആംഗിൾ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷനായ ന്യൂട്രലിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആ ഒരു 90 ഡിഗ്രിയിലാണ് ആ ഒരു ആംഗിൾ ഉണ്ടാവുക. ഇതിൻ്റെ അതിലെ PWM സിഗ്നലിൻ്റെ നമുക്കൊരു ചേഞ്ച് വരുത്താൻ കഴിയില്ല, കാരണം ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ അതേ ഒരു പൊസിഷനിൽ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ തിരിച്ചു കഴിഞ്ഞാലൊന്നും തിരിയില്ല, നോബ് തിരിച്ചാലും തിരിയില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനായ ഓട്ടോ എന്ന് പറഞ്ഞാൽ അത് 0 to 180 ഡിഗ്രി വരെ ആ ഒരു സിഗ്നൽ അതിനുള്ള PWM സിഗ്നൽ നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ BLDC മോട്ടർ ഇത് വെച്ചൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി BLDC മോട്ടറിൻ്റെ ആ ഒരു കണക്ഷൻ നമുക്ക് 3 ലീഡാണുള്ളത്. അത് നമ്മുടെ ESC നമുക്ക് ഏതായാലും 5 വോൾട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിച്ച ESC തന്നെയാണ് ഇതിൻ്റെ ഔട്ട് പോകേണ്ടത്. ഈ AC-യിലേക്ക് നമ്മൾ സിഗ്നൽ കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഔട്ടിലേക്ക് മോട്ടറിലേക്കുള്ള പവർ പോകുന്നത്. ഒരു നല്ല ഹൈ സ്പീഡ് RPM ഉള്ള മോട്ടർ ആയതുകൊണ്ട് തന്നെ അത് നല്ല ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ചില്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ പിടിക്കാൻ കഴിയില്ല, അത്രയും RPM ആണ്. നമ്മൾ ഫസ്റ്റ് കണക്ട് ചെയ്യുന്ന മാനുവൽ മോഡിലായിരിക്കും ഉണ്ടായിരിക്കുക. മാനുവൽ മോഡ് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ വലത്തോട് തിരിക്കുന്നതനുസരിച്ച് സ്പീഡ് കൂടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് രണ്ടാമത്തെ മോഡായ ന്യൂട്രലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ
അതൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ തന്നെ ആയിരിക്കും മോട്ടർ കറങ്ങുക. അതിലൊരു വേരിയേഷൻ ഉണ്ടാവില്ല. അതൊരു ഒരേ RPM തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷനായി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോ ആണ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ആയിരിക്കും. അതായത് നമ്മൾ PWM ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതായത് മോട്ടർ ഏറ്റവും സീറോ സ്പീഡിലേക്ക് വന്നിട്ട് പിന്നെയും ഹൈ സ്പീഡിലേക്ക് പോവുകയും ചെയ്യും. കൂടി വരും, പിന്നെയും താഴോട്ട് കുറഞ്ഞു ഇങ്ങനെ വരും. നമുക്ക് ഇതിലേക്ക് ഈ ഒരു സെർവോ മോട്ടറും കൂടെ കണക്ട് ചെയ്തു 2 മോട്ടറും കൂടെ ഒരേ സിഗ്നലിൽ വർക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. സെർവോ ടെസ്റ്ററിൻ്റെ നോബ് വലത്തോട്ട് തിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സെർവോ മോട്ടറിൻ്റെ നോബ് ഇടത്തോട്ട് വരുന്നതും, അതുപോലെ തന്നെ നമ്മളുടെ BLDC മോട്ടറിൻ്റെ സ്പീഡ് കൂടി വരുന്നത് കാണാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ സെർവോ ടെസ്റ്ററിൻ്റെ നോബ് ഇടത്തോട്ട് തിരിക്കുന്നതനുസരിച്ച് അതിൻ്റെ സെർവോ ടെസ്റ്ററിൻ്റെ വലത്തോട്ട് പോവുകയും അതുപോലെ തന്നെ BLDC മോട്ടറിൻ്റെ സ്പീഡ് കുറയുന്നതും കാണാം. അതുപോലെ തന്നെ സെർവോ ടെസ്റ്ററിൻ്റെ നമുക്ക് രണ്ടാമത്തെ മോഡിലേക്ക് ന്യൂട്രലിലേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ സെർവോ മോട്ടറിൻ്റെ നോബ് 90 ഡിഗ്രിയിലും നമ്മുടെ BLDC മോട്ടർ കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനിൽ ഇടുന്ന സമയത്ത് സെർവോ മോട്ടറിൻ്റെ 0 to 180 ഡിഗ്രി വരെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ BLDC മോട്ടറിൻ്റെ സ്പീഡ് കുറഞ്ഞും കൂടിയും കളിക്കുന്നത് കാണാം. ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു പുതിയ നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ, സീ യു.